Hi friends, welcome back to Aadis+Galaxy. ഞാൻ രഞ്ജിനി. ഈ ഒരു ബോട്ടിലാണ് കേട്ടോ ഇന്നത്തെ വർക്ക് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒരു ബേസ് കോട്ട് കൊടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു പിക്ചർ ഈ ബോട്ടിൽ വരച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചിലങ്ക ഇട്ട കാലിൻ്റെ ഒരു പിക്ചറാണ് ഇതിൽ വരച്ചിട്ടുള്ളത്. ഈ ഒരു പിക്ചറിൽ നമുക്ക് ആവശ്യമുള്ളത് ഈ ഫ്ലഷ് ടിൻ്റ് കളറാണ് കേട്ടോ. ഇതിൽ സ്കിന്നിൻ്റെ ഏരിയ ഫുള്ളായിട്ടും നമ്മൾ ഈ ഒരു കളർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഈ ഫ്ലഷ് ടിൻ്റ് കളർ വെച്ചിട്ട് നമ്മളൊരു ഔട്ട്ലൈന് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് ഈ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന കാലിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു കളർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അവിടെ ചിലങ്കയുള്ള ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ചൊരു ഏരിയ നമുക്ക് പിന്നെ സ്കിന്ന് കാണും. അവിടെ വീണ്ടും നമ്മൾ ഈ ഒരു കളർ തന്നെ അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞൊരു വിഷു സ്പെഷ്യൽ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞു അവർക്ക് ആ വീഡിയോ നല്ല ഇഷ്ടമായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. ഇനിയും ഇതുപോലുള്ള സപ്പോർട്ട് എല്ലാവരുടെ അടുത്തു നിന്നും വേണം. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അങ്ങനെ കാലിൻ്റെ ഈ താഴ്ഭാഗം വരെ എത്തി. അതിലും കൂടെ ഈ ഒരു സ്കിൻ കളർ നമുക്ക് കൊടുത്തിടണം. ഇനി ആവശ്യമുള്ള കളർ എന്നാണ് റെഡ് കളറാണ്. ഈ കാലിൻ്റെ താഴ്ഭാഗത്തും പിന്നെ വിരലിനൊക്കെ നമ്മൾ റെഡ് കളർ വേണം യൂസ് ചെയ്യാൻ. ഇത് ഞാൻ ആ റെഡ് കളർ വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തു. എന്നിട്ട് അതിനകത്ത് കളർ ഫില്ല് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഏരിയ ഒക്കെ ചെയ്യുമ്പോൾ സ്ലോലി ചെയ്യണം. നമ്മൾ ആ ഒരു ലൈനിൽ നിന്ന് പുറത്തേക്കൊന്നും പോവാണ്ട് നോക്കണം. ഇപ്പോൾ കാലിൻ്റെ താഴ്ഭാഗത്തും വിരലുകൾക്കൊക്കെ നമ്മൾ റെഡ് കളർ കൊടുത്തു. ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കുറച്ച് ഏരിയയും കൂടെ നമുക്ക് റെഡ് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് റെഡ് കളർ വെച്ചിട്ട് ഇതുപോലെ ഡോട്ടുകൾ ഇട്ട് കൊടുക്കണം. എന്തെങ്കിലും ടൂൾ വെച്ചിട്ട് നമുക്കിതുപോലെ ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം. അതുപോലെ അതിൻ്റെ മുകൾ ഭാഗത്തും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ആ നഖത്തിൻ്റെ ഭാഗത്ത് നമ്മൾ വൈറ്റ് കളറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്ലേ എടുക്കാം. ഈ ക്ലേ എന്ന് പറഞ്ഞാൽ ചിലങ്കയുടെ ആ ഒരു ഏരിയയിൽ നമുക്ക് അതേ ഒരു ഷേപ്പിൽ ക്ലേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ടെറാക്കോട്ട ക്ലേ ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫാബ്രിക് ഗ്ലൂ ആണ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പാദസരാണ് ചെയ്തെടുക്കേണ്ടത്. അവിടെ നമ്മൾ ക്ലേ ഒന്ന് നീളത്തിലൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു പാദസരത്തിന് ഒരു ഇംപ്രഷൻ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പാദസരത്തിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ അതിൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എന്തെങ്കിലും ടൂള് വെച്ചിട്ട് ഒരു ഷേപ്പ് കൊടുത്തിട്ടാൽ മതി. ഇനി നമ്മൾ ക്ലേ ചെറുതായിട്ട് ഉരുട്ടിയെടുത്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പാദസരം ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ചിലങ്കയുടെ കയറാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് ഇതുപോലെ ക്ലേ ഒരു നന്നായിട്ട് പിരിച്ചിട്ടൊരു കയറ് പോലെ ആക്കിയിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ആ കയറിന് താഴെ ഇതുപോലെ കുഞ്ഞ് ബോളാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഏരിയയിൽ നമുക്ക് റെഡ് കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ആ ഒരു സ്ഥലത്ത് ചിലങ്കയുടെ മണികളാണ് ചെയ്തെടുക്കേണ്ടത്. അതിന് ഈ ക്ലേ വെച്ചിട്ട് തന്നെ ചെറിയ ബോൾ പോലെ ഉരുട്ടിയെടുത്തിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ക്ലേ ബോൾസ് ഒട്ടിച്ചതിന് ശേഷം അത് കൂടുതൽ ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്തെങ്കിലും ടൂള് വെച്ചിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് കൊടുക്കണം. ഇനി ആ ചിലങ്കയ്ക്ക് മേതെ ഇതുപോലെ ക്ലേ ഒന്ന് പിരിച്ചിട്ട് 2 ലെയറാക്കി ഒന്ന് പിരിച്ചെടുത്തിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ചിലങ്കയുടെ ആ കയറിനും അതിൻ്റെ ചിലങ്കയുടെ ആ മുകൾ ഭാഗത്തും ഇതുപോലെ റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ബ്ലാക്ക് കളറാണ് ആവശ്യമുള്ളത്. ഈ ചിലങ്കയുടെ ഭാഗത്തും പാദസരത്തിൻ്റെ ഭാഗത്തും നമുക്ക് ഈ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ബ്ലാക്ക് കളർ കൊടുക്കുമ്പം നമ്മൾ ആ ഒരു സ്കിൻ ഏരിയയുടെ ഭാഗത്തൊന്നും ബ്ലാക്ക് ആവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഗോൾഡൻ കളറാണ്. അത് ഇതുപോലെ നമ്മൾ ഫിംഗറിലാക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ചിലങ്കയുടെ ഭാഗത്തും അതുപോലെ തന്നെ പാദസരത്തിനും ഇതുപോലെ ഗോൾഡൻ കളറ് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ആ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഈ ക്ലേ വെച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കയറ് താഴേക്കും ചെറുതായിട്ടൊന്ന് തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ആ ക്ലേ വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ കളറ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ആ ചിലങ്കയുടെ കാലിൻ്റെ 2 സൈഡിലുമായിട്ട് നമ്മൾ ഗോൾഡൻ കളർ വെച്ചിട്ട് ഇങ്ങനെ ഡോട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇപ്പം നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണോ? എന്നും പറയണ പോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.